മോദിയെ ഒന്ന് കാണാൻ, മോദിയെ കൺകുളിർക്കെ കാണാൻ കാത്തിരുന്ന പ്രിയപ്പെട്ടവരുടെ മുന്നിൽ അനന്തപത്മനാഭന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹർഷാരവങ്ങളോടെ ആർത്തു വിളിച്ച് ജനങ്ങൾ രാജ്യത്തിന്റെ പ്രധാന സേവകനെ സ്വാഗതം ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണിപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. 10,000-കണക്കിന് BJP പ്രവർത്തകരാണ് കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനായി മാത്രം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1,800 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനമൊക്കെ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. VSSയിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തതിന് പിന്നാലെ അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും, വിവിധ രാഷ്ട്രീയ നേതാക്കൾ പരിപാടിയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. 10,000-കണക്കിന് ജനങ്ങളാണ് സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ ഇപ്പോൾ കേരള പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിക്ക് ശില്പങ്ങളടക്കം സമ്മാനിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. സീതാരാമ ലക്ഷ്മണ ഹനുമന്ത് ശില്പം, അയോധ്യ രാമക്ഷേത്രത്തിലെ രാംലല്ലയുടെ ശില്പം, പത്മനാഭസ്വാമിയുടെ ശില്പം എന്നിവയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. പദയാത്രയുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രിയെ താമരഹാരം അണിയിച്ചാണ് BJP പ്രവർത്തകർ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. തന്നെ 10,000-കണക്കിന് ജനങ്ങളാണ്, നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, 10,000-കണക്കിന് ജനങ്ങളാണ് കേരള പദയാത്രയുടെ സമാപന ചടങ്ങിൽ ഇപ്പോൾ പങ്കെടുക്കാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ, P.K. കൃഷ്ണദാസ്, സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, ജില്ലാ അധ്യക്ഷൻ VV രാജേഷ്, ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ തുടങ്ങിയവർ ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ 1,800 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനമൊക്കെ പ്രധാനമന്ത്രി നിർവഹിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. VSSയിൽ നടന്ന പരിപാടിയിൽ ഭാരതത്തിന്റെ അഭിമാന ദൌത്യമായ ഗഗൻയാനിൽ ബഹിരാകാശ യാത്രയ്ക്കൊരുങ്ങുന്ന യാത്രികരുടെ പേരുകൾ പ്രഖ്യാപിക്കുകയും അവർക്ക് ആശംസകൾ അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ ജനങ്ങളെ ആവേശഭരിതത്തിലാക്കി എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വേണം വ്യക്തമാക്കാൻ. അദ്ദേഹത്തെ കാണാൻ, ഒരു നോക്ക് കാണാനായി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പ്രായഭേദമന്യേ എല്ലാവരും മോദിജിയെ കാണാനായി എത്തിയിരിക്കുന്നു. പലയിടങ്ങളിലായി, പല സ്ഥലത്തു നിന്നായി വാഹനങ്ങളിലേറിയാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരോഗ്യം പോലും മറന്നുകൊണ്ട്, ആരോഗ്യത്തിന്റെ അവശതകൾ പോലും മറന്നുകൊണ്ടാണ് ഇവർ നരേന്ദ്രമോദിയെ കാണാൻ ഇപ്പോൾ തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതെന്നാണ് ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്നത്. തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ നിന്ന് 5-ൽ കൂടുതൽ MPമാർ നരേന്ദ്രമോദിക്കായി കൈവക്കാനുണ്ടാകും എന്ന തീപ്പൊരി പ്രസംഗം നടത്തി ജനത്തിന്റെ കയ്യടി വാങ്ങിയിരിക്കുകയാണ് BJP നേതാവ് PC ജോർജ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം മോദിക്കൊപ്പം 5-ൽ കൂടുതൽ MPമാർ കൈവക്കാനുണ്ടാകും, മോദിക്ക് വേണ്ടിയിട്ട് കൈവക്കാനുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്തായിട്ടാണ് പൂഞ്ഞാർ മുൻ MLA PC ജോർജ് കേരള ജനപക്ഷം പാർട്ടി വിട്ട് BJP ലയിച്ചത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 5-ൽ കൂടുതൽ MPമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ലോക്സഭയിൽ കൈവക്കാനുണ്ടാകും, അതിൽ സംശയമില്ല. കേരളത്തിൽ ചുരുങ്ങിയത് 5 മണ്ഡലങ്ങളിലും നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അവയുടെ പേരുകളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ മറ്റിടങ്ങളിലെ പ്രവർത്തനം വെറുതെ ആകില്ല എന്നാണ് അദ്ദേഹം പറയുന്നതും. അദ്ദേഹം മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ്, നിങ്ങൾ സംശയിക്കേണ്ട എന്നും അദ്ദേഹം നല്ലതുപോലെ ഓടി ജോലി ചെയ്യുകയാണ്. നമുക്ക് ആ തൃശൂർ പിടിക്കണം, കേരളത്തിൽ നിന്ന് 5-ൽ കൂടുതൽ MPമാരെ ലഭിക്കും, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പൊക്കോളൂ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതേസമയം K. സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്രയുടെ സമാപന സമ്മേളനം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതിരുന്നിട്ടും കേന്ദ്രം കേരളത്തിന് പരിഗണന നൽകുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. BJP കേരളത്തെയോ മറ്റ് സംസ്ഥാനങ്ങളോ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിട്ടില്ല. BJP ദുർബലമായിരുന്ന കാലത്തും കേരളത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പാർട്ടി പങ്കാളികളായിരുന്നു എന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന പരിഗണന കേരളത്തിന് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളം ഇത്തവണ NDAക്ക് പിന്തുണ നൽകുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തിരഞ്ഞെടുപ്പായി മാറുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.